ഹലോ, പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു 10 മിനിറ്റ്സ് റെസിപ്പിയാണ്. ഡിന്നറിന് എന്തുണ്ടാക്കണം എന്നുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് അല്ലേ? പ്രത്യേകിച്ചും ലഞ്ച് ഹെവി ആണെങ്കിൽ ഡിന്നർ ഉണ്ടാക്കാൻ ഒരിത്തിരി മടിയുണ്ടായിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെങ്കിൽ അതിലിത്തിരി ബാക്കിയുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു ഡിന്നർ റെസിപ്പി അതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റും. 10 മിനിറ്റ് മതി. എങ്ങനെയെന്ന് നോക്കാം. സോ വെൽക്കം ടു പാറൂസ് പാൻട്രി. ഞാൻ പറഞ്ഞതുപോലെ എനിക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ബാക്കി വച്ചിരുന്ന പുട്ടാണ്. അപ്പം ഒരു കുറ്റി പുട്ട് തികച്ചില്ല, അത്രയേ ഉള്ളൂ. അപ്പം ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇത് സാധാരണ ഒരു പുട്ടിൻ്റെ കളറല്ല, പുട്ടുപൊടിയുടെ കളറല്ല, കുറച്ചൊരു ബ്രൗൺ ആണ്. അതേ ഞാൻ ബ്രൗൺ റൈസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പുട്ടുപൊടിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കാൻ പറ്റും. പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരും, ഇല്ലെന്ന് കടയിൽ നിന്ന് വാങ്ങിക്കും. ഇതിപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. നമുക്ക് ചോറ് വെക്കുന്ന ഏത് അരി ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ അതാത് സമയത്ത്, അതായത് എപ്പോഴാണ് നമുക്ക് പുട്ട് വയ്ക്കേണ്ടത് അതിൻ്റെ തലേദിവസം നമുക്ക് പുട്ടുപൊടി റെഡിയാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ റെഡിയാക്കിയെടുത്ത പുട്ടുപൊടിയാണിത്. ഇതിനി നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഇപ്പോൾ തേങ്ങയൊന്നും മാറ്റുന്നൊന്നുമില്ല, തേങ്ങയുടെ കൂടെ തന്നെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചെടുക്കട്ടെ. ഞാനിവിടെ എല്ലാം ഉടച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചെറിയ തരിയാക്കി എല്ലാം ആക്കി, തേങ്ങയൊക്കെ അതുപോലെ തന്നെ ഇട്ടേക്കാണ്. കാരണം തേങ്ങ ഉണ്ടെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുമല്ലോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എത്രമാത്രം പുട്ടെടുക്കുന്നു എന്നനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ചെറിയൊരു മസാല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണ കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. ഈ ബ്രോക്കൺ ഉഴുന്നാണ്, അതായത് ഈ ഉഴുന്നിൻ്റെ പൊട്ടിയൊരു ടൈപ്പില്ലേ, അതാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് ഈ ഓയിലിനകത്തിട്ടൊന്ന് ചുമക്കുകയൊന്നോ വറുത്തെടുക്കണം. ഇതിനകത്ത് ഇങ്ങനെ ഈ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കുമ്പോഴേ ഇതിനകത്ത് ഇങ്ങനെ കടിക്കുമ്പം ഈ ദാലിങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഈ ബ്രൗൺ കളർ നല്ല ഫ്രൈ ആയിട്ടുള്ളതേ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചുമക്കട്ടെ. ചുമന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ പോണത് ഒരു അരമുറി സവാളയാണ് ഞാനിതിനകത്ത് ചേർക്കാൻ പോണത്. സവാള ഞാനിങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ്. അരമുറിയേ ഉള്ളൂ, കാരണം കുറച്ച് പുട്ടല്ലേ ഉള്ളൂ. ഈ കൊത്തി അരിഞ്ഞ സവാള നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. സവാളയൊന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ലേശം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ഇഞ്ചി പീസാണ് അത്. നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സവാളയുടെ കൂടെ ഇളക്കി ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് കൂടെ, ഇതിപ്പോൾ ഇച്ചിരി എരിയുള്ള പച്ചമുളക് കേട്ടോ, പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാവുന്ന വരെയൊന്നും വഴറ്റുമൊന്നും വേണ്ട. പിന്നെ പച്ചമണം, അതായത് ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മുടെ ഉപ്മാവിൻ്റെ റെസിപ്പി ഒരു കൂട്ടില്ലേ, അതേ ഒരു കൂട്ടാണ്. സവാള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നൊരു 1/4 ടീസ്പൂൺ ഒരിത്തിരി കൂടെ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയും നമ്മൾ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരുപാടങ്ങ് എന്ന് വെച്ചാൽ കരിഞ്ഞു പോവരുത്, കാരണം നമ്മൾക്ക് സവാളയൊക്കെ ബിഗിനൊക്കെ കുറച്ചേ ഉള്ളൂ, എണ്ണയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കരിയാതെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ലാസ്റ്റ് ഞാൻ ഒരു ശകലം ഓമമാണ്, അയമോദകത്തിൻ്റെ പൊടിയില്ലേ, ഇതാണ് ചേർക്കുന്നത്. ഇതുണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ, കാരണം ഇത് നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവർ നൽകും നമ്മളുടെ ഡിഷിന്. അപ്പം അത് ചേർത്തൊന്ന് ഇളക്കുക. ഇനി നമുക്ക് നമ്മളുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സോ ഇതിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയുമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ പുട്ടിപ്പോൾ നല്ല വെള്ള കളറിലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മസാലയും ഈ മുളക് പൊടിയും ഇതെല്ലാം നല്ലതായിട്ട് ഇതിൽ അങ്ങനെ ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ഇളക്കട്ടെ.
ദാ ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ എല്ലാം ഒറ്റ കളറായി, എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ഫോമിലായിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നിങ്ങളിതൊന്നും നോക്കണം, ഇതിനകത്ത് എന്തെങ്കിലും ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ കുറച്ചൊരു ഡ്രൈ ഫോമിലാണ് ഇതിരിക്കുന്നത്. ഇനി ഇതിനകത്തായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇത് ഒരുപാട് ചേർക്കരുത്, കുഴഞ്ഞു പോകരുത്, കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട്, വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പൊത്തി വെച്ച് ഒന്ന് ചേർന്നിരിക്കത്തക്ക രീതിയിൽ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചെന്ന് ഒരു 5 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കണം. ചെറു തീയിൽ വേണം വേവിക്കാൻ. ഓക്കെ, ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ അടച്ചു വെച്ച് നമ്മൾ വേവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഡയറക്റ്റ് ഈ മസാലയ്ക്കകത്തോട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താലേ അതൊന്നും സെറ്റാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ ആയിട്ട് നല്ലതായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നോക്കിക്ക്, ഇതിപ്പം എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. നല്ല കണ്ടോ, വെള്ളമൊക്കെ വലിഞ്ഞ് ഇതിപ്പം ഒത്തിരി അങ്ങ് ഡ്രൈയുമല്ല, എന്നാൽ കുഴഞ്ഞിരിക്കുകയല്ല, ആ ഒരു ഫോമിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ മസാലയും ആ ഓമത്തിൻ്റെ ടേസ്റ്റും എല്ലാം നല്ലതായിട്ട് ആ പുട്ടിലിങ്ങനെ ചേർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കറി പോലും വേണ്ട ഇതൊന്ന് കഴിക്കാൻ. പിന്നെ പുട്ട് പോലെയൊന്നും അല്ല, ഭയങ്കര സോഫ്റ്റാണ്, നമുക്ക് ഏറെ കഴിക്കാൻ പറ്റും. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കുകയാണ്. ഇത് കണ്ട് 10 മിനിറ്റ് കൊണ്ട് കറി ഒന്നും വേണ്ട, ഈസി ആയിട്ടൊരു ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. പുട്ടുണ്ടാക്കുമ്പോഴത്തേനും തൊട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ കൂടുതൽ വെക്കണം. അപ്പം പുട്ടുണ്ടാക്കുമ്പോഴേ ഓർത്തു നമുക്ക് ഡിന്നർ റെഡിയായി എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ഡിഷ് നമുക്ക് ഡിന്നറിന് ചെയ്യാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.